നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം ഒരു സാധാരണ പുസ്തകമല്ല. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. സൂറത്ത് ജാസിയയുടെ 2-ാമത്തെ ആയത്ത് മറ്റു പല ആയത്തുകളിലും കൊടുത്തിട്ടുണ്ട്. അസീസായ, ഹകീമായ, പ്രതാപവാനായ, യുക്തിമാനായ, എല്ലാ ശരിതെറ്റുകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള, ഹക്ക് അറിയുന്ന, അതുപോലെ മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള പോരായ്മകൾ അറിയുന്ന റബ്ബാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താ മനുഷ്യൻ ചെയ്യേണ്ടത്? മനുഷ്യൻ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് മടങ്ങി വരണം. ഏതാണ് ആ ഗ്രന്ഥം? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. 20-ലധികം സ്ഥലത്ത് ഖുർആൻ വിളിച്ചത് മനുഷ്യന്മാരെയാണ്, മുസ്ലിമീങ്ങളെന്നല്ല, മുഅ്മിനീങ്ങളെന്നല്ല. 20-ലധികം സ്ഥലത്ത് വിളിച്ച വിളി മനുഷ്യരെ. ഇത് എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ട മെസ്സേജാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നിതാ നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ വന്നെത്തിയിരിക്കുന്നു. നമ്മൾ കൗൺസിലിംഗ് തേടി നടക്കൂലേ? കുടുംബത്തിൽ പ്രശ്നമുണ്ടായ പരിഹാരത്തിന് തേടി നടക്കൂലേ? നിങ്ങൾക്കിതാ പരിഹാരം തരുന്നു, നിങ്ങൾക്കിതാ സതുപദേശം വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള പ്രശ്നങ്ങൾക്കുള്ള ശിഫ ഇതാ വന്നെത്തിയിരിക്കുന്നു. ശിഫ, ശമനം, ഔഷധം, എല്ലാ നിലക്കുമുള്ള നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇത്. വഹുദൻ, ഇത് സന്മാർഗമാണ്. വറഹ്മതൻ, ഇത് കാരുണ്യമാണ്. ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വെളിച്ചമായി, പ്രകാശമായി, സന്മാർഗമായി നമ്മുടെ കയ്യിലുണ്ട്. കയ്യിൽ ടോർച്ചുണ്ട്, പക്ഷേ അതൊന്ന് അടിച്ചു നോക്കാനുള്ള മനസ്സ് നമ്മളെ കയ്യിലില്ല. വീട്ടിൽ ഖുർആനുണ്ട്, റമദാൻ വന്നെങ്കിലേ ഇനിയിപ്പോ അതൊന്ന് തൊട്ടു നോക്കുള്ളൂ.